ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. മലയാളം കണ്ട ഏറ്റവും ഫ്ലെക്സിബിൾ നടൻ ആര് എന്നുള്ള ചോദ്യമാണ് എല്ലാ കാലത്തും നമ്മൾ ഒരേപോലെ ഫേസ് ചെയ്തുന്ന അല്ലെങ്കിൽ പല ആളുകൾ പല രീതിയിൽ പറയുന്ന ഒരു കാര്യം തന്നെയാണ്. എന്താണേലും മമ്മൂട്ടിയാണോ മോഹൻലാലാണോ ഏറ്റവും ഫ്ലെക്സിബിൾ എന്നുള്ള ഒരു ചോദ്യം വരുന്നു. സിനിമയ്ക്കകത്തും പുറത്തുമുള്ള ആളുകൾ ചർച്ച ചെയ്യുന്ന വിഷയവും അതുതന്നെയാണ്. നീണ്ട 50 വർഷക്കാലം ഇവർ രണ്ടുപേരും മലയാള സിനിമ മാത്രമല്ല ഇന്ത്യൻ സിനിമ അടക്കി ഭരിക്കുമ്പോൾ കേരളത്തിന് പുറത്തുള്ള ജനങ്ങളും അത് തന്നെ ചിന്തിക്കുന്നു. പലർക്കും രണ്ടുപേരെയും രണ്ട് രീതിയിൽ കാണാൻ കഴിയുന്നു. അപ്പോൾ നിങ്ങളോടുള്ള ചോദ്യവും ആരാണ് ഏറ്റവും ഫ്ലെക്സിബിൾ? കാലാകാലങ്ങളായി ഏറ്റവും കൂടുതൽ കേൾക്കുന്ന കാര്യവും ഇത് തന്നെയാണ്. മോഹൻലാലാണ് ഏറ്റവും ഫ്ലെക്സിബിൾ, ദ കംപ്ലീറ്റ് ആക്ടർ എന്നുള്ളത്. മറ്റ് തലത്തിൽ നമ്മൾ കേൾക്കുന്നു മമ്മൂട്ടിയാണ് ഏറ്റവും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആക്ടർ എന്നുള്ളത്. അത് കഴിഞ്ഞ ദിവസം പൃഥ്വിരാജ് പറയുന്ന ഒരു കാര്യവും നമ്മൾ കണ്ടു. അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊമോഷൻ വീഡിയോയിൽ അദ്ദേഹം പറയുന്നു അദ്ദേഹം കണ്ടതിൽ വെച്ച് ഏറ്റവും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള നടൻ മമ്മൂട്ടിയാണ് എന്നുള്ളത്. ഇതുപോലെ തന്നെ പല നടന്മാരും സംവിധായകന്മാരും ഒക്കെ അവരവരുടെ ഫേവറേറ്റ് ചോയ്സായി മമ്മൂട്ടിയെയും മോഹൻലാലിനെയും പറയാറുണ്ട്. ഒരുപക്ഷെ ഏത് മലയാളിയോട് ചോദിച്ചാലും അവർക്കറിയാം ഏറ്റവും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള നടൻ ആര് എന്ന് ചോദിച്ചാൽ അത് മോഹൻലാൽ തന്നെ എന്നുള്ളത്. എന്തായാലും നമുക്ക് ആ ഒരു കാര്യത്തിലേക്ക് ഒരു ഡിസ്കഷനായി പോകാം. എന്തായാലും ഫാൻ ഫൈറ്റും കാര്യങ്ങളും ഒന്നുമല്ല, എല്ലാവർക്കും അവരവരുടെ സ്വാതന്ത്ര്യത്തോടെ അഭിപ്രായങ്ങൾ പറയാം. എന്തായാലും ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുകയാണ്. ഇവിടെ ഫ്ലെക്സിബിലിറ്റി എന്ന കാര്യത്തിന് നമ്മൾ കാണുന്ന പോലെ ചലനങ്ങളുടെ മാത്രമല്ല, ഒരു ക്യാരക്ടറിലേക്ക് എത്തുമ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മമ്മൂട്ടിയെയും മോഹൻലാലിനെയും എങ്ങനെയെന്ന് നോക്കാം. മമ്മൂട്ടി എടുക്കുകയാണെങ്കിൽ മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എല്ലാവരും പറയുന്ന പോലെ ഒരുമാതിരി എല്ലാ നടന്മാർക്കും സാധാരണക്കാർക്കും സംവിധായകർക്കുമൊക്കെ അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഏതൊരു കഥാപാത്രവും മമ്മൂട്ടിക്ക് കൊടുത്താൽ അത് കഥാപാത്രമായി മാറാനുള്ള കഴിവ് മമ്മൂട്ടിയെ കഴിഞ്ഞേ വേറെ ആർക്കുമുള്ളൂ എന്നുള്ളത് തന്നെയാണ്. ഇനി മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു ഒരു ക്യാരക്ടർ കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അത് അത്ര നാച്ചുറലായിട്ടുള്ള ഒരു ഫീലിലേക്ക് കൊണ്ടുപോകും എന്നുള്ളത്. അതിന് ഇന്ന കാര്യങ്ങളൊന്നുമില്ല എന്നുള്ളതാണ്. പക്ഷേ ഇവർ രണ്ടുപേരുടെയും നെഗറ്റീവ്സിലും സൈഡും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മോഹൻലാലിനൊരു സിനിമ കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തെയാണ് നമ്മൾ അതിനകത്തിൽ കാണുന്നത്. അതൊരു പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രശ്നമായിരിക്കില്ല, നേരത്തെ ഉള്ള കാലങ്ങളിൽ അദ്ദേഹത്തിന് അത്രയുമായിരുന്നില്ല. പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഏത് സിനിമയിലും നമുക്ക് കാണാൻ കഴിയുന്നത് അത് മോഹൻലാലിനെ തന്നെയാണ്. ഒരു പക്ഷേ ഫാൻസ് തന്നെയായിരിക്കാം, നമ്മളൊക്കെ തന്നെയായിരിക്കാം അതിൻ്റെ പിന്നിലെ ആ ഒരു കാര്യത്തിലേക്ക് എത്തുന്നത്. പക്ഷേ അനായാസമാണ് അദ്ദേഹം ആ ഒരു ഏതൊരു ക്യാരക്ടറിനെയും ചെയ്ത് ഫലിപ്പിക്കുന്നതും എന്നുള്ളത് നമുക്ക് കാണാനും കഴിയുന്നു. മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവിടെയുള്ള ഡിഫറൻസ് ഇത് മാത്രമാണ്, വേറെ ഒന്നുമല്ല. അദ്ദേഹം ഒരു ക്യാരക്ടറിലേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ അതിൽ മമ്മൂട്ടിയെ കാണാൻ കഴിയില്ല എന്നുള്ളതും, മോഹൻലാലിൻ്റെ കാര്യത്തിൽ ഏത് ക്യാരക്ടർ കൊടുത്താലും അത് മോഹൻലാലിലേക്ക് എത്തി ആ ഒരു ക്യാരക്ടറിനെ തനതായ രീതിയിൽ ആരെയും വിസ്മയിപ്പിക്കുന്ന തരത്തിൽ എത്തിക്കാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഫ്ലെക്സിബിലിറ്റിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഡാൻസ് കളിക്കുമ്പോഴോ അല്ലെങ്കിൽ ആക്ഷൻ രംഗങ്ങളിലോ ഒന്നും മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അത്ര തൃപ്തിയല്ല അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. പക്ഷേ ടർബോ എന്ന ചിത്രം വന്നു കഴിഞ്ഞപ്പോൾ ഇതുവരെയുള്ള കരിയറിലെ ഏറ്റവും മികച്ച രീതിയിലുള്ള ആക്ഷൻ രംഗങ്ങൾ അദ്ദേഹം ചെയ്തു. ഏകദേശം 74 വയസ്സ് അല്ലെങ്കിൽ 73 വയസ്സുള്ളപ്പോൾ അദ്ദേഹം ചെയ്ത ആ ഒരു പ്രകടനം അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഞാൻ പറയുന്നു ഏറ്റവും മികച്ച രീതിയിൽ ആക്ഷൻ ചെയ്ത ഒരു ചിത്രം എന്നുള്ളതാണ്. ഒരുപക്ഷെ പലർക്കും പല വേർഷൻസും ഉണ്ടാകാം. എന്തായാലും മോഹൻലാൽ എന്ന നടനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡാൻസിൻ്റെ കാര്യത്തിലേക്ക് പോകണമെങ്കിൽ ഇന്ന് ജർമ്മനിയിൽ അദ്ദേഹം അരങ്ങ് തകർക്കുന്ന കാഴ്ച കാണാൻ കഴിയുന്നു. ഇത്ര ഫ്ലെക്സിബിളായിട്ട് ഇത്ര രസകരമായിട്ട് ഡാൻസ് ഈ ഒരു 63-64 വയസ്സിൽ ചെയ്യാൻ കഴിയുന്ന ഏത് നടനുണ്ട് എന്ന് തന്നെ ചോദിക്കാം. എന്തായാലും അതും ഒരു ലൈവ് പ്രോഗ്രാമിൽ അത്ര ഗംഭീരമായിട്ട് ചെയ്യണമെങ്കിൽ അത് മോഹൻലാൽ തന്നെ ഉള്ളൂ എന്നുള്ളതും നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്ന കാര്യമാണ്. അത് ഇന്ത്യൻ സിനിമയിൽ തന്നെ എടുത്ത് പറയാം. മോഹൻലാലിനെക്കാളും ഗംഭീര ഡാൻസേഴ്സൊക്കെ ഇവിടെയുണ്ട്. പക്ഷേ എല്ലാ പ്രേക്ഷകനും ഇഷ്ടം മോഹൻലാൽ ഡാൻസ് കളിക്കുന്ന കാണാൻ തന്നെയാണ്. എന്തായാലും ഒരു കാര്യം കൂടി ഉറപ്പാക്കുകയാണ്, ചില കഥാപാത്രങ്ങൾ ചിലർക്ക് ചേരില്ല. ഇതിപ്പോൾ മമ്മൂട്ടിയാണെങ്കിലും അല്ലെങ്കിൽ കംപ്ലീറ്റ് ആക്ടർ എന്ന് പറയുന്ന മോഹൻലാലിനാണെങ്കിൽ ഏറെ കുറേ ക്യാരക്ടേഴ്സ് അദ്ദേഹത്തിൻ്റെ ബോഡിയിൽ വിരിയില്ല എന്നുള്ളത് നമുക്കറിയാം. അതുപോലെ മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ്. ഇനിയിപ്പോൾ നമുക്ക് പറയാം, ഈ പറഞ്ഞ പോലെ കമലദളം പോലെ ഒരു പടം മമ്മൂട്ടിക്ക് ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ജന്മത്ത് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് നമുക്കറിയാം. മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും വടക്കൻ വീരകഥയിലെ ചന്തുവിനെ പോലൊരു ക്യാരക്ടർ മോഹൻലാൽ ചെയ്താൽ അത് ഒരു പ്രേക്ഷകനെയും തൃപ്തിപ്പെടുത്താൻ കഴിയില്ല എന്നതും പറയാം. അത് അവരുടെ ബോഡി ലാംഗ്വേജും ഒക്കെ ചേർന്നിട്ടാണ്. ഒരു നടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂട്ടി പറയുന്ന പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ശരീരം ആണ് ഒരു ഇൻസ്ട്രുമെൻ്റ്. ആ ഒരു ഇൻസ്ട്രുമെൻ്റ് വെച്ചിട്ടാണ് അദ്ദേഹം ഈ ഒരു ആക്ടിങ്ങിലേക്ക് എത്തുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബോഡിയുടെ ചലനങ്ങളും ഭാവങ്ങളും എല്ലാം ചേർന്നിട്ട് അല്ലെങ്കിൽ അതിൻ്റെ രീതികളും എല്ലാം ചേർന്നിട്ട് അങ്ങനെയുള്ള കഥാപാത്രത്തെ സൂപ്പറായിട്ട് കാണിക്കാൻ കഴിയുന്നു. അതുപോലെ തന്നെ ജോസഫ് അലക്സ് ഒരു കളക്ടറായിട്ട് വരുമ്പോൾ നമുക്ക് ഫീല് കിട്ടുകയാണ് കളക്ടർ എന്നുള്ളത്. പക്ഷേ മോഹൻലാൽ അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ നമുക്ക് അത്രത്തോളം തൃപ്തി വന്നെന്നും വരികയില്ല. ഇനി
ചില വേഷങ്ങൾ ഒരുപക്ഷെ പോലീസ് ക്യാരക്ടർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മമ്മൂട്ടിയായിരിക്കാം ഏറ്റവും കൂടുതൽ ഇണങ്ങുന്നതെങ്കിൽ മറ്റ് ചില കാര്യങ്ങൾ അതായത് കുറച്ച് കോമഡി ടച്ചുള്ള കുറച്ച് ഹ്യൂമർ ടച്ചുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ മമ്മൂട്ടിയേക്കാൾ കൂടുതൽ ചേരുന്നത് അത് മോഹൻലാലാണ്. അത് ഫലിപ്പിക്കാനും അദ്ദേഹത്തിന് കഴിയുന്നു. ഒരു സാധാരണക്കാരനായി വരുമ്പോൾ ഇവർ രണ്ടുപേരും അവരുടെ രീതിയിൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. മമ്മൂട്ടിയുടെ ന്യൂനത ഇതിനകത്തിൽ നമുക്ക് എടുത്തു പറയാനുള്ളത് ഒരുപക്ഷെ ഹ്യൂമറിന് നമ്മളുടെ രീതിയിലേക്ക് വരുമ്പോൾ അത് അത്ര എത്താറില്ല. എന്നാൽ ചില കഥാപാത്രങ്ങളിലെല്ലാം അദ്ദേഹം എത്തിച്ചിട്ടുമുണ്ട്. ഇനി കോമഡി വഴങ്ങാത്ത നടനെന്ന് മമ്മൂട്ടിയെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും അദ്ദേഹം തകർത്തെറിഞ്ഞിട്ടുണ്ട്. എന്താണേലും ഒരു സാധാരണക്കാരൻ സിനിമയിലേക്ക് എത്തുമ്പോൾ അയാൾക്ക് എന്താണ് തുടക്കം മുതൽ എങ്ങനെയാണ് അവിടെ നിന്ന് ഗ്രോ ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് മമ്മൂട്ടിയിലൂടെ കാണാം. മോഹൻലാലിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇൻബോൺ ടാലൻ്റായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു കഴിഞ്ഞാലും നമുക്ക് അതിന് ഒരു തനതായ രൂപം അല്ലെങ്കിൽ രീതി കാണാൻ കഴിയുന്നു. ഇവരെ രണ്ടുപേരുടെയും ഇനീഷ്യൽ സിനിമകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ രണ്ടുപേരുടെയും ആക്ടിങ് അത്ര തൃപ്തികരമായിരുന്നില്ല. ഗ്രോ ചെയ്ത് വരുന്നു. പിന്നീട് എക്സ്പീരിയൻസിലൂടെ അവർ മഹാനടന്മാരായി എന്നുള്ളതുമാണ്. ഒരുപക്ഷെ 85 മുതൽ 2000 വരെയുള്ള മോഹൻലാൽ കഥാപാത്രങ്ങൾ ഏറെ മുന്നിട്ട് നിന്നപ്പോൾ മമ്മൂട്ടി 2000-ന് ശേഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാലിൻ്റെ മുകളിലേക്ക് എത്തിയെന്ന് പലപ്പോഴും നമുക്ക് തോന്നിക്കാൻ കഴിയും. അല്ലെങ്കിൽ അങ്ങനെയാണ്. പ്രത്യേകിച്ച് 2020-ന് ശേഷമുള്ള ക്യാരക്ടറിൽ മമ്മൂട്ടി തന്നെ മുന്നിൽ നിൽക്കുന്നതായിട്ടും യാഥാർത്ഥ്യം തന്നെയാണ്. പലപ്പോഴും പ്രേക്ഷകൻ ആണ് ഇവരെ രണ്ടുപേരെയും പിന്നിലേക്ക് വലിക്കുന്നത്. ഒരുപക്ഷെ മമ്മൂട്ടി ആ ഒരു കാര്യത്തിൽ നിന്ന് ഒന്ന് മാറാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നു. അദ്ദേഹം സമീപകാലത്ത് ചൂസ് ചെയ്തിരിക്കുന്ന സിനിമകളുടെ എല്ലാം പ്രത്യേകത അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഫ്ലെക്സിബിലിറ്റിയുടെ കണക്ക് പറയുമ്പോൾ എനിക്ക് ഇവരെ രണ്ടുപേരെയും രണ്ട് തട്ടിൽ തന്നെ കാണേണ്ടി വരും. ഏതൊരു കഥാപാത്രത്തെയും തന്നിലേക്ക് ആവാഹിച്ച് അത് പക്കാ ഫ്ലെക്സിബിളായിട്ട് ചെയ്യാൻ കഴിയുന്ന ഏക നടൻ അത് മോഹൻലാലാണ്. എന്നാൽ ഏതൊരു കഥാപാത്രത്തെയും കഥാപാത്രത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് കഥാപാത്രത്തിൻ്റെ രൂപത്തിലേക്ക് മാറാൻ കഴിയുന്ന ഏക നടനും അത് മമ്മൂട്ടി തന്നെയാണ്. എടുത്തു പറയാം, അംബേദ്കർ ആണെങ്കിലും അതല്ല നമുക്ക് ഇവിടെ പഴശ്ശിരാജാവാണെങ്കിലും മതിലുകളിലെ ബഷീറാണെങ്കിലുമൊക്കെ അല്ലെങ്കിൽ യാത്രയിലെ YSR ആണെങ്കിലുമൊക്കെ അതും മമ്മൂട്ടിക്കേ കഴിയുള്ളൂ എന്നുള്ളത്. കാരണം ആ ഒരു ക്യാരക്ടറിലേക്ക് എത്താം. പക്ഷേ എല്ലാ കാര്യങ്ങളിലും തനതായ രീതിയിൽ വളരെ ലാളിത്യത്തോടെ ചെയ്യാൻ കഴിയുന്നത് മോഹൻലാലാണ്. അതുകൊണ്ട് തന്നെ രണ്ടുപേരും രണ്ട് പാരലൽ റേസിലൂടെ പോകുന്ന അല്ലെങ്കിൽ പാരലൽ ലൈനിലൂടെ പോകുന്ന ആളുകളാണ്. ഒരിക്കലും താരതമ്യം ചെയ്യാൻ കഴിയില്ല. ഇവർക്ക് ഒരുമിച്ച് ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ ഒരേപോലെ ചെയ്യാൻ കഴിയുന്ന സിനിമകളും ഒരുപാടുണ്ട്. ബോക്സ് ഓഫീസ് പവറും കാര്യങ്ങളും ഒന്നും ബേസ് ചെയ്തിട്ടല്ല പറയുന്നത്. ഇപ്പോൾ ദൃശ്യം പോലെയുള്ള ഒരു സിനിമ സിമ്പിളായിട്ട് മമ്മൂട്ടി ചെയ്യും, മമ്മൂട്ടിയുടെ വെർഷൻ. അതിനുള്ള ഏറ്റവും ഉദാഹരണമാണ് ബാലേട്ടനും വേഷവും. ഒരേപോലെയുള്ള കഥ, ഒരേ രീതിയിലുള്ള കഥാപാത്രം, രണ്ടുപേരും അവരവരുടെ വെർഷൻ ചെയ്തപ്പോൾ വലിയ ഡിഫറൻസ് ഒന്നും നമുക്ക് തോന്നാത്ത ഒരു കാര്യമെന്ന് തന്നെ പറയാം. അതിനകത്ത് ബാലേട്ടനത്തിൽ കുറച്ചും കൂടെ കോമഡി വന്നു കഴിഞ്ഞപ്പോൾ മറ്റേതിൽ കുറച്ചും കൂടെ സെൻറ്റിമെൻ്റൽ ഓറിയൻറ്റഡ് അങ്ങനെയുള്ള കാര്യങ്ങളുമാണ്. എന്താണേലും നാച്ചുറൽ ആക്ടിങ്ങിൽ ഇവർ രണ്ടുപേരും ഗംഭീരമാണ്. മമ്മൂട്ടി ഓരോ ദിവസവും പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ മോഹൻലാൽ തനതായ ശൈലിയിൽ ഇൻബോൺ ടാലൻറ്റോടെ മുന്നോട്ട് പോകുന്നു. അത്ര മാത്രമേ ഉള്ളൂ. ഒരുപക്ഷെ ഇവർക്ക് രണ്ടുപേർക്കും പരസ്പരം അല്ലെങ്കിൽ അവരുടെ ഏറ്റവും വലിയ സിനിമകൾ എന്ന് നമ്മൾക്ക് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല. ഒന്ന് ഇവിടെ മമ്മൂട്ടിയുടെ ഭ്രമയുഗം എന്ന ചിത്രവും അതുപോലെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് മോഹൻലാൽ ചെയ്ത വാനപ്രസ്ഥത്തിലെ കുഞ്ഞൂട്ടനുമാണ് ആ ഒരു വെറൈറ്റിയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ചിത്രങ്ങൾ. ഒരുപക്ഷെ ഇതിനെ രണ്ടിനെയും ഒരേ രീതിയിൽ കാണാം എനിക്ക് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി നിങ്ങളുടെ ഊഴമാണ്. നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. തീർച്ചയായും കമൻസിലൂടെ ഒന്ന് പറയാം. മമ്മൂട്ടിയാണോ മോഹൻലാലാണോ ഏറ്റവും ഫ്ലെക്സിബിൾ? അത് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഭാവങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കാം. മലയാള സിനിമയിലെ തന്നെ ആളുകൾ പലരും പല ചേരി തിരിഞ്ഞ് അല്ലെങ്കിൽ മോഹൻലാലാണ് ഏറ്റവും ഫ്ലെക്സിബിൾ, മമ്മൂട്ടിയാണ് ഫ്ലെക്സിബിൾ എന്ന് പറയാം. ലോക സിനിമയിൽ അങ്ങനെ പറയാം. അതൊക്കെ ഓരോ വ്യക്തിയും ഡിപ്പെൻഡാണ്. എന്തായാലും ഇവർ രണ്ടുപേരും ഫ്ലെക്സിബിളാണ്. അതായത് അവർ രണ്ടുപേരും നാച്ചുറൽ ആക്ടേഴ്സാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു കാര്യം നമുക്ക് ഉറപ്പാക്കാൻ കഴിഞ്ഞ 50 വർഷമായിട്ട് ഇവരെ റീപ്ലേസ് ചെയ്യാൻ, ഇവരുടെ ഒരു നിഴലാകാൻ പോലും ആർക്കും കഴിയാത്തതെന്ന്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരാം. ഗ്രേറ്റ് മീഡിയാസ്. ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്, ഇവിടെ ഫാൻ ഫൈറ്റ് അല്ല വേണ്ടത്. നമുക്ക് നമ്മുടെ രീതിയിലുള്ള ചർച്ചകളാണ്. ഫാൻ ഫൈറ്റും കാര്യങ്ങളുമൊക്കെ കഴിഞ്ഞു. അവർ 50 വർഷമായിട്ട് ഇവിടെ തിളങ്ങി നിൽക്കുന്ന പത്മശ്രീയും പത്മഭൂഷണുമൊക്കെ നേടി പോകുന്ന നടന്മാരാണ്. ഒരുപക്ഷെ അഭിനയത്തിലെല്ലാം ചെയ്തു തീർത്തിരിക്കുന്ന 2 നടന്മാരാണ്. അപ്പോൾ കാത്തിരിക്കുന്നു നിങ്ങളുടെ കമൻസുകൾക്കും കാര്യങ്ങളും.